ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം PYQ സീരീസ് ആണ്. മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the equation of the line passing through the point -4, 2 and the center of the circle 2x square plus 2y square minus 8y equal to 7 is. അതായത് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താണ്? ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് -4, 2. പിന്നെ പാസ് ചെയ്യുന്നത് ഈ സർക്കിളിന്റെ സെന്ററിലൂടെയാണ്. അപ്പൊ നമുക്ക് ഒരു ഇക്വേഷനിലെ അതായത് ലൈൻസ് പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ അതിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ സർക്കിളിന്റെ സെന്റർ കണ്ടുപിടിച്ചാൽ അത് വേറൊരു പോയിന്റ് ആയിരിക്കും. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. അപ്പൊ നോക്കൂ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് സെന്റർ ഓഫ് ദ സർക്കിൾ കാണണം. അപ്പൊ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം. സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ, അല്ലെങ്കിൽ എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് എച്ചും കെയും സെന്റർ ആയിരിക്കും, ആറ് റേഡിയസ് ആയിരിക്കും. അപ്പൊ ഇതിന് നമുക്ക് ആ ഒരു ഫോർമാറ്റിലേക്ക് വരണമെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണം? ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 2x square plus 2y square minus 8y equal to 7 എന്നുള്ള ഇക്വേഷൻ ഓൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോൾ എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 8നെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ -4y ഈക്വൽ ടു 7/2. ഇനി ഞാൻ വൈയുടെ ടേംസ് ക്ലബ് ചെയ്യാണ്. വൈ സ്ക്വയർ -4y മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യാം? ഡിഗ്രി 1 ആയിട്ടുള്ള ടേമിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക. അത് ഏതാണ്? 4 ആണ്. അതിന്റെ ഹാഫ് 4ന്റെ ഹാഫ് 2. അതിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അതായത് വൈ സ്ക്വയർ -4y പ്ലസ് 4 ആഡ് ചെയ്തു -4. അത് ബാലൻസ് ചെയ്യാനാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഈ ബ്രാക്കറ്റിലുള്ള ഈ ടേം എന്ന് പറഞ്ഞാൽ y -2 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്, അല്ലെ? വൈ സ്ക്വയർ -4y പ്ലസ് 4 എന്ന് പറയുന്നത് y -2 ദ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഈ -4 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ടേമിനെ ഞാൻ RHSലോട്ട് കൊണ്ടുപോയി. ദാറ്റ് ഈസ് 7/2 പ്ലസ് 4 ആയിട്ട് മാറി. ഇപ്പൊ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലോട്ട് വന്നില്ലേ? സർക്കിളിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ -2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 15/2. ഇത് എക്സ് -0 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് സെന്റർ എന്ന് പറയുന്നത് 0യും 2വുമാണ്. അപ്പോ നമുക്ക് ചോദിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന അനദർ പോയിന്റ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ദ സർക്കിൾ ആണ്, വിച്ച് ഈസ് 0,2. അപ്പൊ നമുക്ക് 2 പോയിന്റ് ഫോം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഓഫ് സർക്കിൾ എഴുതാം. ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് നോക്കൂ, സ്ലോപ്പ് കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം. എം എന്ന് പറയുന്ന സ്ലോപ്പ് എങ്ങനെയാണ്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. y2 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. y1 എന്ന് പറയുന്നതും 2 ആണ്. ഡിവൈഡഡ് ബൈ x2 0 ആണ്, x1 -4 ആണ്. അപ്പൊ 2 - 2 0/something എന്തായാലും 0 തന്നെ വരും. സ്ലോപ്പ് 0 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് 0 ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അത് ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും എന്നാണ്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ. അപ്പൊ ലൈൻ പാസ് ചെയ്യുന്നത് -4,2ഉം 0,2 ആണ്. അപ്പൊ ഇതില് y-ordinate കോൺസ്റ്റന്റ് ആണ് ഈ രണ്ട് പോയിന്റിലും 2, 2. അതായത് ഈ ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? y ഈക്വൽ ടു 2 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, let a -1, 2, b 1 - 2 and c -2 -2 be vertices of the triangle ABC. The equation of the line passing through C and parallel to AB is. നോക്കാം, ഒരു ട്രയാങ്കിളിലെ വെർട്ടിസസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിലൂടെയും എ ബി എന്ന് പറയുന്ന വെർട്ടിസസ്, എ ബി എന്ന് പറയുന്ന ലൈൻ ജോയിനിങ് ആണ്, ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ആണ് എ ബി. അതിന് പാരലൽ ആയിട്ടും പാസ് ചെയ്തു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എ ബി എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് നമുക്ക് ഏതാന്ന് കണ്ടുപിടിക്കാം. കാരണം പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എ ബി. എ ബി എന്ന് പറയുമ്പോൾ എ -1 2 ആണ്, ബി 1 -2, y2 y1 ബൈ x2 x1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് സ്ലോപ്പ് -2 ആണ് കിട്ടിയത്. ഇവിടെ x1 y1 -1 2ഉം x2 y2 1 -2 ആണ്. അത് വെച്ചിട്ടാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. അപ്പം സ്ലോപ്പ് -2 കിട്ടി. അപ്പൊ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് ലൈനിന്റെ സ്ലോപ്പും ഈ -2 തന്നെയാണ്.
പിന്നെ ഇക്വേഷൻ സ്ലോപ്പും കിട്ടി, പാസ് ചെയ്യുന്ന ഒരു പോയിന്റും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, സിയിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ്. y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. y1 x1 എന്ന് പറയുന്നത് ഏതായിരിക്കും? -2 y പ്ലസ് 2 ഈക്വൽ ടു m -2 ആണ്, -2 ഇൻറ്റു എക്സ് പ്ലസ് 2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2x പ്ലസ് y പ്ലസ് 6 ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Next question, the area of the triangle bounded by the line x equal to 4, y equal to -4 and y equal to x is. നമുക്കൊരു ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്, അതിന്റെ ഓരോ ബൗണ്ടറിയും ഈ ലൈൻ ആണ്. അപ്പൊ നമുക്ക് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ലൈൻ ഏതായിരിക്കും? x ഈക്വൽ ടു 4 എന്ന് പറയുന്നത് ഇതാണ് x ആക്സിസ്, ഇതാണ് x ആക്സിസ്. x ഈക്വൽ ടു 4 ഇവിടെ ആയിരിക്കും. അപ്പൊ അതിനെ x ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, അതാണ് x ഈക്വൽ ടു 4. y ഈക്വൽ ടു -4 എന്ന് പറയുന്നത് y ആക്സിസിലെ -4 ഇതായിരിക്കാം. അപ്പൊ അതിന് x ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ, അതാണ് y ഈക്വൽ ടു -4. ഇനി നമുക്ക് തന്നിരിക്കുന്നത് അടുത്തത് y ഈക്വൽ ടു x. y ഈക്വൽ ടു x എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ വിത്ത് സ്ലോപ്പ് 1 ആണ്. അപ്പൊ ഇതാണ് y ഈക്വൽ ടു x. അപ്പൊ ഓരോന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും? ഇവിടെ ബി എന്ന് പറഞ്ഞ പോലെ y ഓർഡിനേറ്റ് എന്ന് പറയുന്നത് y ഈക്വൽ ടു -4 ആണ്. y ഈക്വൽ ടു -4 ആണെങ്കിൽ x എന്തായിരിക്കും? ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഈ ലൈനിലെ y ഈക്വൽ ടു എക്സിന്റെ പോയിന്റ് അല്ലേ, അതിൽ yയും എക്സും സെയിം ആണ്. അപ്പൊ y -4 ആണെങ്കിൽ എക്സും -4 ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന പോയിന്റ് ഏതൊക്കെ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്നതാണ്? x ഈക്വൽ ടു 4ഉം y ഈക്വൽ ടു -4 ഇന്റർസെക്ട് ചെയ്യുന്നതാണ് ബി എന്ന് പറയുന്ന പോയിന്റ്. അതായത് 4, -4 ആയിരിക്കും ആ പോയിന്റ്. ഇനി ഈ പോയിന്റ് എന്തായിരിക്കും? ഇത് y ഈക്വൽ ടു എക്സും x ഈക്വൽ ടു 4ഉം ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ x 4 ആണെങ്കിൽ yയും 4 ആയിരിക്കും, കാരണം y ഈക്വൽ ടു x ആണല്ലോ ഈ സ്ട്രേറ്റ് ലൈൻ, ഈ ഇന്റർസെക്ട് ചെയ്യുന്നത് അത് രണ്ടുമാണ്. അപ്പോൾ 4, 4. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസും കിട്ടി. ഞാൻ അത് എടുത്ത് മാറ്റി വരച്ചതാണ് ABC എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് BH ഫോർമുല യൂസ് ചെയ്താൽ മതി. ബേസ് ലെങ്ത് എന്താണ്? ബേസ് ലെങ്ത് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്, അതായത് x ഓർഡിനേറ്റ് നോക്കിയാൽ മതി. 4 - -4 8 വരും. ഹൈറ്റ് എന്ന് പറയുന്നത് y ആക്സിസിലല്ലേ വരുന്നത്, ദാറ്റ് ഈസ് 4 - -4 ദാറ്റ് ഈസ് അതും 8 ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 8 ദാറ്റ് ഈസ് 8 ഇൻറ്റു 8 64/2 32. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question. The foci of an ellipse are at -3, 0 and 3, 0. If the eccentricity of the ellipse is 1/2, then the equation of the ellipse is. അതായത് ഫോക്കസ് തന്നിട്ടുണ്ട്, എസെൻട്രിസിറ്റിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എലിപ്സിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫോക്കസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ഓഫ് ദ എലിപ്സ് കണ്ടുപിടിക്കാൻ പറ്റും. മിഡ് പോയിന്റ് ആയിരിക്കും. -3 + 3/2 0 + 0/2 ദാറ്റ് ഈസ് 0, 0 ആണ് ഫോക്കസ്. ഇനി ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ 0, 0 എന്ന ഓരോ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? -3, 3 ആണ് അല്ലേ. അതായത് മോഡൽ അപ്പൊ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഈ സെന്റർ 0, 0 ആണ്. 0യിൽ നിന്ന് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. 0യിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസും 3 ആണ്. അപ്പോൾ ഓരോ ഫോക്കസിലേക്കും വരുന്ന ഡിസ്റ്റൻസ് സി എന്ന് പറയുന്നത് 3 ആണ്. നമുക്കറിയാം ഇ എന്ന് പറയുന്നത് 1/2. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു റേഷ്യോ ആണ് അല്ലേ, C/A എന്ന് പറയുന്ന റേഷ്യോ ആണ്. സി നമുക്ക് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്, ഈ 1/2 എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 3 × 2 6. ഇനി എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? A² = B² + C². A 6 ആണ്, ബി നമുക്ക് അറിയില്ല, സി 3 ആണ്. ബി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 27 കിട്ടും. അപ്പൊ സെന്റർ ഒറിജിനൽ ആയ കാരണം ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ x² / a² + y² / b² = 1 ആണ്. a² എന്ന് പറയുന്നത് എത്രയാണ് വന്നിട്ടുള്ളത്? 36. b² എന്ന് പറയുന്നത് 27. അപ്പൊ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. x² / 36 + y² / 27 = 1. ഇത് എയും ബിയും സിയും തമ്മിലുള്ള ഈ ഇക്വേഷനും എക്സെൻട്രിസിറ്റിയും എന്ന് പറഞ്ഞ റേഷ്യോ ആണ്, C/A എന്ന് പറയുന്ന റേഷ്യോ ആണ്. ഈ രണ്ട് ഇക്വേഷൻ അറിഞ്ഞാലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. Next question. The ordinate of the focus and the vertex of a parabola respectively are -1, 4 and 3, 4. Then the equation of the parabola is. എന്താ തന്നിട്ടുണ്ട്? പരാബോളയുടെയാണ് ഒരു ക്വസ്റ്റ്യൻ. പരാബോളയുടെ ഫോക്കസും വെർട്ടെക്സും തന്നിട്ടുണ്ട്. ഫോക്കസ് -1, 4 ആണ്, വെർട്ടെക്സ്
3,4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് പരാബോളയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതില് ഫോക്കസിന്റെയും വെർട്ടെക്സിന്റെയും y ഓർഡിനേറ്റ് സെയിം ആണ്. അത് മീൻ ചെയ്യുന്നത് എന്താണ്? അത് ഹൊറിസോണ്ടലി ഓപ്പൺ ചെയ്യുന്ന ഒരു പരാബോളയാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടെക്സും ഫോക്കസും നമ്മളെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഇത് ഈ 3യും -1 തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. 3 - -1 ദാറ്റ് ഈസ് 4 ആയിരിക്കും പി എന്ന് പറയുന്നത്. ഇനി ഫോക്കസ് ഡയഗ്രാം നോക്കിയാൽ അറിയാം, നമുക്ക് ഫോക്കസ് എപ്പോഴും വെർട്ടെക്സിന്റെ ലെഫ്റ്റ് ആയിരിക്കും. അപ്പൊ പരാബോള ഓപ്പൺ ടു ദ ലെഫ്റ്റ് ആണ്. അപ്പൊ പിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ലെഫ്റ്റിലോട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ്. സോ പി ഈക്വൽ ടു -4. അപ്പൊ ഇക്വേഷൻ ഓഫ് പരാബോള എന്ന് പറഞ്ഞാൽ y - k ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4p ഇൻറ്റു x - h ആണ്. എച്ചും കെയും എന്ന് പറഞ്ഞിട്ട് 3യും 4ഉം ആണ്. p -4 ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ y - 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -16 x - h. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. The line segment joining the points -3, 1 and 1, 1 is transverse axis of a hyperbola. If the length of the conjugate axis is 4, then the equation of the hyperbola is. അപ്പോൾ അതായത് ഈ ലൈൻ ജോയിനിങ് ആണ് ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ഇക്വേഷൻ. കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പൊ സെന്റർ ഓഫ് ദ ഹൈപ്പർബോള എന്ന് പറയുന്നത് ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ മിഡ് പോയിന്റ് ആണ്. അതായത് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. -3 + 1/2 1 + 1/2 ദാറ്റ് ഈസ് -1 1 ആണ് സെന്റർ. ഹൈപ്പർബോളയുടെ സെന്റർ എന്ന് പറയുന്നത് ഈ മിഡ് പോയിന്റ് ആണ്. അപ്പൊ സെന്റർ നമുക്ക് -1 1 എച്ചും കെയുടെയും വാല്യൂ കിട്ടി. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈ പോയിന്റിന്റെ ജോയിൻ ചെയ്യണ എന്താണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലൈനിന്റെ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. 2a എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 - -3 ഹോൾ സ്ക്വയർ പ്ലസ് 1 - 1 ഹോൾ സ്ക്വയർ. അപ്പൊ 4 വരും. a എന്ന് പറയുന്നത് 2a ഈക്വൽ ടു 4 ആണ്. a എന്ന് പറയുന്നത് 2 ആണ്. ഇനി ലെങ്ത് ഓഫ് കോൺജുഗേറ്റ് ആക്സിസ് 4 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 2b ഈക്വൽ ടു 4 ആണ്. b ഈക്വൽ ടു 2 ആണ്. അപ്പൊ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ x - h ദ ഹോൾ സ്ക്വയർ ബൈ a സ്ക്വയർ മൈനസ് y - k ദ ഹോൾ സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. എച്ചും കെയും -1 1 ആണ്. x - -1 ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ മൈനസ് y - 1 ദ ഹോൾ സ്ക്വയർ ബൈ 2 സ്ക്വയർ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് x + 1 ഹോൾ സ്ക്വയർ മൈനസ് y - 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 വരും. ഈ ഡിനോമിനേറ്ററിലെ 4 ഞാൻ RHSലോട്ട് കൊണ്ടുപോയി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The line x + y equal to 2 touches the circle. If the center of the circle is at -40, then the radius of the circle is. അപ്പോൾ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈൻ എന്ന് പറയുന്നത് സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സെന്റർ ഓഫ് ദ സർക്കിൾ ടച്ച് ചെയ്യുന്ന സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് -40 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു സർക്കിൾ, അതായത് ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് x0 y0 to a line ax plus by plus c equal to 0 is given by the formula modulus ax0 plus by0 plus c divided by root of a square plus b square. നമുക്ക് ഇവിടെ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഏതാണ്? x plus y -2. അതിൽ a1 b1 c എന്ന് പറയുന്നത് -2 ആണ്. സെന്റർ എന്ന് പറഞ്ഞാൽ x0 y0 എന്ന് പറയുന്നത് -40 ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. a എന്ന് പറയുന്നത് 1 ആണ്. x0 എന്ന് പറയുന്നത് എത്രയാണ്? -4 ആണ്. പ്ലസ് b എന്ന് പറയുന്നത് 1 ആണ്. y0 0 ആണ്. c എന്ന് പറയുന്നത് -2 ആണ്. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ 6/√2 വരും. അതിനെ നമുക്ക് അപ്പൊ 6/√ ആൻസറിൽ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? √2/√2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 6√2/2 6/2 3√2 ആണ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. Let ABCD be a rectangle if AB equal to 5i plus 4j minus 3k and AD equal to 3i plus 2j minus k, then the length of BD is. നോക്കൂ, ABCD എന്ന് പറഞ്ഞ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. അതിൽ AB എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്, AD എന്ന് പറഞ്ഞ വെക്ടർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ BD യുടെ ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പോൾ റെക്ടാങ്കിൾ എ ബി സി ഡിയിലെ ഡയഗണൽ വെക്ടർ ആണ് ബി ഡി എന്ന് പറയുന്നത്. അപ്പൊ ബി ഡി ഈക്വൽ ടു എന്താണ്? ബി എ പ്ലസ് എ ഡി ആണ്. അപ്പൊ ബി എ എന്ന് പറയുന്നത് എന്താ? ഈക്വൽ ടു മൈനസ് എ ബി ആണ്. അപ്പൊ എ ബിയുടെ നമുക്ക് തന്നിട്ടുണ്ട്, അതിനൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് -5y പ്ലസ് 4j മൈനസ് 3k വരും. അല്ല, ഇതിന്റെ മൈനസ് ചെയ്യുമ്പോൾ -5y മൈനസ് 4j പ്ലസ് 3k വരും ബി എ എന്ന് പറയുന്നത്. ബി ഡി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഈ ബി എ എന്ന് പറയുന്നത് ഈ കിട്ടിയ റിസൾട്ട് എഴുതി, എ ഡി എന്നുള്ളത് ഈ 3i പ്ലസ് 2j മൈനസ് കെ എഴുതി. ഓരോ സെയിം വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. -5i പ്ലസ് 3i മൈനസ് 2i മൈനസ് 4j പ്ലസ് 2j മൈനസ് 2j പ്ലസ് 3k മൈനസ് k 2k. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ഓഫ് ദ വെക്ടർ ആണ്. ലെങ്ത് കാണുമെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ -2 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 4 പ്ലസ് 4 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 12 വരും. 2√3 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. Next, let vector A equal to alpha I minus 3j minus 2k and C equal to I minus 2j plus 2k. If the projection of vector A on C is 2, then the value of lambda alpha. അപ്പോൾ വെക്ടർ എയും വെക്ടർ സിയും തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ എ ഓൺ സി തന്നിട്ടുണ്ട് 2 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ സി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് സി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ആണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പോൾ എ ഡോട്ട് സി ആദ്യം കാണണം. വെക്ടർ എ ആൽഫ ഐ മൈനസ് 3j മൈനസ് 2k ഡോട്ട് പ്രൊഡക്റ്റ് ഇൻറ്റു ഐ മൈനസ് 2j പ്ലസ് 2k. അപ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ആൽഫ -3 ഇൻറ്റു -2 പ്ലസ് 6 -2 ഇൻറ്റു 2 -4 ദാറ്റ് ഈസ് ആൽഫ പ്ലസ് 2. മോഡുലസ് സി എന്ന് പറയുന്ന വെക്ടർ സി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ദാറ്റ് ഈസ് √9 ഈക്വൽ ടു 3. ദെൻ പ്രൊജക്ഷൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ആൽഫ പ്ലസ് 2 ബൈ 3 ഈക്വൽ ടു 2. ആൽഫ പ്ലസ് 2 ഈക്വൽ ടു 3 ഇൻറ്റു 2 6 വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ടു 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. If vector A equal to 8, vector B equal to 5 and the modulus of vector A minus B equal to 7, then the angle between A and B is equal to. നമുക്കറിയാം വെക്ടർ എ മൈനസ് വെക്ടർ ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡുലസ് വെക്ടർ എ സ്ക്വയർ പ്ലസ് മോഡുലസ് വെക്ടർ ബി സ്ക്വയർ മൈനസ് 2 മോഡുലസ് വെക്ടർ എ വെക്ടർ ബി കോസ് തീറ്റ. അപ്പോൾ എ മൈനസ് ബി നമുക്ക് 7 ആണ്, അതിന്റെ സ്ക്വയർ 49. വെക്ടർ എ 8 ആണ്, അത് 64. ബി 5 ആണ്, 25. 2.8.5 കോസ് തീറ്റ. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു 1/2, തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ദാറ്റ് ഈസ് 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇൻ റേഡിയൻസ് π/3. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഇതോടെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. PYQ സീരീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു.